ഹായ് എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് ഏഞ്ചല. ഞാനൊരു ലാക്ടേഷൻ കൺസൾട്ടൻ്റ് ആണ്. ആരാണ് ലാക്ടേഷൻ കൺസൾട്ടൻ്റ് എന്ന് ചോദിച്ചാൽ, നമുക്ക് ബ്രസ്റ്റ് ഫീഡിങ് ഇഷ്യൂസ് വരുമ്പോൾ, അതായത് മിൽക്ക് പ്രൊഡക്ഷൻ്റെ ഇഷ്യൂസ്, കുട്ടിക്ക് വെയിറ്റ് ഗെയിൻ ഇഷ്യൂസ്, നിപ്പിൾ ക്രാക്സ്, അങ്ങനത്തെ ഒരു കോംപ്ലിക്കേറ്റഡ് ബ്രസ്റ്റ് ഫീഡിങ് ജേർണിയിലേക്ക് പോകുമ്പോൾ ആ പ്രോബ്ലത്തിൽ വന്ന് സോർട്ട് ചെയ്ത് തരുന്ന ഒരു പ്രൊഫഷണലാണ് ലാക്ടേഷൻ കൺസൾട്ടൻ്റ്. അപ്പോൾ ഞാൻ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് പ്രഗ്നൻസിയിൽ എന്തൊക്കെ ശ്രദ്ധിച്ചാലാണ് നമുക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ബ്രസ്റ്റ് ഫീഡിങ് ജേർണി ഉണ്ടാവുക എന്നുള്ള കാര്യമാണ്. പ്രഗ്നൻസി മൊത്തം ഒരു ഹറിബറി ആയിട്ടുള്ള അവസ്ഥയാണ്. അതായത് ഓരോ സ്കാനിലും നമുക്ക് ഓരോ മൈൽ സ്റ്റോൺ ആയിരിക്കും ഉണ്ടാവുക. അതായത് ഇപ്പോൾ ഫസ്റ്റ് സ്കാനിൽ നമുക്ക് ഹാർട്ട് ബീറ്റ് കേൾക്കണം, NT സ്കാൻ, ഇപ്പോൾ നമ്മൾ 3rd മന്തിൽ ചെയ്യുന്ന സ്കാനിലാണെങ്കിൽ കുട്ടിയുടെ നോസ്, അങ്ങനെ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ടാവും. അനോമലിയിലും അതേപോലെ കുറച്ച് വാല്യൂസ് ഉണ്ടാവും. അപ്പോൾ എല്ലാ സ്കാനിലും റൊട്ടീനിലും ഓരോ ചെക്കപ്സിലും ഒക്കെ നമ്മളിങ്ങനെ സ്ട്രെസ്ഡ് ആയിട്ട് ജീവിക്കുന്നുണ്ടാവും. പൊതുവേ വാല്യൂസ് ഒക്കെ കറക്റ്റ് ആവണം ഓരോ തവണയും. അപ്പോൾ അത് തന്നെ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജേർണി ആണ്. പക്ഷേ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇമീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്ന കാര്യം ബ്രസ്റ്റ് ഫീഡിങ് ആണ്. കുട്ടി ജനിച്ചതിന് ശേഷം എല്ലാ 2 മണിക്കൂറിലും നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യണം. മിനിമം ഒരു 1 ഇയർ വരെയെങ്കിലും 6 മന്ത് വരെ എന്തായാലും ബ്രസ്റ്റ് മിൽക്കാണ് നമ്മൾ കൊടുക്കാൻ റെക്കമെൻഡ് ചെയ്യുക. അപ്പോൾ ഇത്രയും ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ നേരത്തെ അറിയാതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരുന്നത്. ആ സിറ്റുവേഷൻസ് വേറെ ആരെങ്കിലും ടേക്ക് ഓവർ ചെയ്യുന്നത്, ആവശ്യമില്ലാത്ത കുറേ അഡ്വൈസസ് കേൾക്കേണ്ടി വരുന്നത്. അപ്പോൾ പ്രഗ്നൻസിയിൽ തന്നെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുക, ബ്രസ്റ്റ് ഫീഡിങ് പ്രിപ്പറേഷൻ ക്ലാസ്. എന്തിനാണ് ഈ ക്ലാസ് എന്ന് വെച്ചാൽ, എങ്ങനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യണം, നിപ്പിൾ ക്രാക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, കുട്ടിക്ക് വെയിറ്റ് ഗെയിൻ പ്രോപ്പർ ആണോ, പമ്പ് ഉപയോഗിക്കേണ്ട അവസ്ഥ എപ്പോഴാണ്, ഫോർമുല കൊടുക്കുന്നതിന് മുന്നേ എന്താണ് വേറൊരു ഓപ്ഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും അവർ നിങ്ങളോട് സംസാരിക്കുക. പല മദേഴ്സും ഫസ്റ്റ് നമ്മൾ അവരോട് പോയി 2 മണിക്കൂർ വിട്ടിട്ട് പാല് കൊടുക്കണമെന്ന് പറയുമ്പോൾ അവർ അറിയില്ല എന്ന് പറയും. അറിയില്ല എങ്കിൽ കുഴപ്പമില്ല, അറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അറിയാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഈസി ആയിരിക്കും ഈ ജേർണി. നമ്മൾ കുറച്ച് ഇൻഫോംഡ് ആയിരിക്കും, എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് ക്ലാരിറ്റി ഉണ്ടാവും. ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥയിലാണ് കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്. ഓൾറെഡി നമുക്കൊരു പോസ്റ്റ് ഡെലിവറി സമയത്ത് ഹോർമോൺ സ്വിച്ച് കാരണം ഒരു ചെറിയ പോസ്റ്റ്മോർട്ടം മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റിൽ ഒരു ബ്രസ്റ്റ് ഫീഡിങ് കൂടി ആകുമ്പോൾ മൊത്തത്തിലൊരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ്റെ ഇൻറ്റൻസിറ്റി കൂടാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുക. സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ബ്രസ്റ്റ് ഫീഡിങ് ജേർണി ഞാൻ എല്ലാവർക്കും നേരുന്നു. നന്ദി.